നമസ്കാരം. ബിലാത്തി വാർത്തകളിലേക്ക് സ്വാഗതം. ബ്രിട്ടന്റെ തെരുവുകളിലും പാർലമെന്റിലും ഇന്ന് ഒരേപോലെ മുഴങ്ങിക്കേൾക്കുന്ന വാക്കാണ് ഇമിഗ്രേഷൻ അഥവാ കുടിയേറ്റം. രാജ്യം സാമ്പത്തിക പ്രതിസന്ധികളിലൂടെയും സാമൂഹിക മാറ്റങ്ങളിലൂടെയും കടന്നുപോകുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ തങ്ങളുടെ അധികാരം ഉറപ്പിക്കാൻ കുടിയേറ്റത്തെ ഒരു പ്രധാന ആയുധമായി ഉപയോഗിക്കുന്നു. 2024 പൊതു തെരഞ്ഞെടുപ്പിന് ശേഷവും സമീപകാലത്ത് ബ്രിട്ടീഷ് രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതും വോട്ട് ബാങ്കുകളെ സ്വാധീനിക്കുന്നതുമായ വിഷയമായി കുടിയേറ്റം മാറിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഒരു ശരാശരി ബ്രിട്ടീഷുകാരൻ തന്റെ രാജ്യത്തെ കുടിയേറ്റ നിരക്കിൽ ഇത്രയേറെ ആശങ്കപ്പെടുന്നത്? 9 ലക്ഷത്തിൽ നിന്ന് 2 ലക്ഷത്തിലേക്ക് കുടിയേറ്റം കുറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോഴും ഇമിഗ്രേഷനെ ഒരു ഭീഷണിയായി ചിത്രീകരിക്കുന്നത്? എന്തുകൊണ്ട് കുടിയേറ്റം ഒരു ചൂടുപിടിച്ച ചർച്ചയാകുന്നു? വരും നിമിഷങ്ങളിൽ നാം പരിശോധിക്കുന്നത് ബ്രിട്ടീഷ് രാഷ്ട്രീയത്തിന്റെ ഭാവി നിശ്ചയിക്കുന്ന കുടിയേറ്റ തന്ത്രങ്ങളെക്കുറിച്ചാണ്. ബ്രിട്ടീഷ് രാഷ്ട്രീയത്തെ പിടിച്ചുലയ്ക്കുന്ന കുടിയേറ്റ രാഷ്ട്രീയം. ബിലാത്തി എഡിറ്റോറിയൽ ടീം തയ്യാറാക്കിയ സ്പെഷ്യൽ റിപ്പോർട്ട്. ബ്രിട്ടനിലെ കുടിയേറ്റം ഇത്രയേറെ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാനുള്ള കാരണങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. നെറ്റ് മൈഗ്രേഷൻ നിരക്കിലെ വർധനവ്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ബ്രിട്ടനിലേക്ക് എത്തുന്നവരുടെ എണ്ണത്തിൽ വൻ വർധനവുണ്ടായിട്ടുണ്ട്. 2023 നെറ്റ് മൈഗ്രേഷൻ അഥവാ രാജ്യത്തേക്ക് വരുന്നവരും പോകുന്നവരും തമ്മിലുള്ള വ്യത്യാസം ഏകദേശം 9,44,000 എന്ന റെക്കോർഡ് നിലയിൽ എത്തിയിരുന്നു. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം 2025 ജൂൺ മാസത്തോടെ നെറ്റ് മൈഗ്രേഷൻ 2,04,000 കുറഞ്ഞിട്ടുണ്ട്. ഇത് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് 78% കുറവാണ്. വിദ്യാർത്ഥികൾക്കും കെയർ വർക്കർമാർക്കും ഏർപ്പെടുത്തിയ കർശനമായ വിസ നിയന്ത്രണങ്ങളാണ് ഇതിന് പ്രധാന കാരണം. എങ്കിലും രാഷ്ട്രീയ പോരാട്ടങ്ങളിൽ ഈ വിഷയം ഇന്നും ഒന്നാം സ്ഥാനത്ത് തുടരുന്നു. ജനസംഖ്യയിലുണ്ടാകുന്ന ഈ പെട്ടെന്നുള്ള വർധനവ് രാജ്യത്തെ അടിസ്ഥാന സൗകര്യങ്ങളെ ബാധിക്കുമെന്ന ഭയം പൊതുസമൂഹത്തിലുണ്ട്. ഇംഗ്ലീഷ് ചാനൽ കടന്ന് ചെറിയ ബോട്ടുകളിൽ നിയമവിരുദ്ധമായി ബ്രിട്ടനിലെത്തുന്ന അഭയാർത്ഥികളുടെ എണ്ണം വർദ്ധിക്കുന്നത് സർക്കാരിന് വലിയ വെല്ലുവിളിയാണ്. 2025 മാത്രം ഏകദേശം 41,000-ലധികം ആളുകൾ ഇത്തരത്തിൽ എത്തിയതായാണ് കണക്കുകൾ. ഇത് അതിർത്തി സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിച്ചു. സ്റ്റോപ്പ് ദ ബോട്ട്സ് എന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെ പ്രധാന മുദ്രാവാക്യമായിരുന്നു. ഇത് കേവലം സുരക്ഷാ പ്രശ്നം മാത്രമല്ല, രാജ്യത്തിന്റെ അതിർത്തി നിയന്ത്രിക്കാനുള്ള സർക്കാരിന്റെ പരമാധികാരവുമായി ബന്ധപ്പെട്ട ചോദ്യം കൂടിയാണ്. പൊതുസേവനങ്ങളിലെ സമ്മർദ്ദം. ബ്രിട്ടനിലെ നാഷണൽ ഹെൽത്ത് സർവീസ്, സ്കൂളുകൾ, വീട് ലഭ്യത എന്നിവയിൽ നേരിടുന്ന പ്രതിസന്ധിക്ക് കാരണം കുടിയേറ്റമാണെന്ന് ഒരു വിഭാഗം വിശ്വസിക്കുന്നു. ജനസംഖ്യ കൂടുന്നതിനനുസരിച്ച് ആശുപത്രികളിൽ ചികിത്സ ലഭിക്കാനുള്ള കാലതാമസവും വീടുകളുടെ വാടക വർദ്ധിക്കുന്നതും സാധാരണക്കാരായ വോട്ടർമാരെ കുടിയേറ്റ വിരുദ്ധ നിലപാടുകളിലേക്ക് നയിക്കുന്നു. വീട് ലഭ്യതക്കുറവ്, ദേശീയ ആരോഗ്യ സേവനം അഥവാ NHS നേരിടുന്ന സമ്മർദ്ദം എന്നിവയ്ക്ക് കാരണം കുടിയേറ്റമാണെന്ന വലതുപക്ഷ പാർട്ടികളുടെ പ്രചാരണം വലിയ ജനപിന്തുണ നേടുന്നുണ്ട്. ട്രംപിന്റെ അമേരിക്കൻ നയങ്ങളും ആഗോള പ്രതിഫലനവും. അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് രണ്ടാമതും അധികാരത്തിലെത്തിയതോടെ അദ്ദേഹം സ്വീകരിച്ച കടുത്ത കുടിയേറ്റ വിരുദ്ധ നടപടികൾ ലോകമെമ്പാടുമുള്ള വലതുപക്ഷ രാഷ്ട്രീയത്തിന് പുതിയ ഊർജം നൽകിയിട്ടുണ്ട്. കൂറ്റൻ നാടുകടത്തൽ പദ്ധതി അഥവാ മാസ് ഡിപ്പോർട്ടേഷൻ. അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആഭ്യന്തര നാടുകടത്തൽ നടപടിക്കാണ് ട്രംപ് ഭരണകൂടം തുടക്കമിട്ടിരിക്കുന്നത്. ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ഏജൻസിക്ക് വലിയ ഫണ്ടും അധികാരവും നൽകിക്കൊണ്ട് നിയമവിരുദ്ധ കുടിയേറ്റക്കാരെ പിടികൂടുന്നത് ലോക രാജ്യങ്ങൾക്കിടയിൽ വലിയ ചർച്ചയായി. അതിർത്തി നിർമ്മാണവും കർശന നിയമങ്ങളും. മെക്സിക്കൻ അതിർത്തിയിലെ മതിൽ നിർമ്മാണവും അഭയം തേടുന്നവർക്കുള്ള കർശന നിയന്ത്രണങ്ങളും മറ്റ് രാജ്യങ്ങളിലെ യാഥാസ്ഥിതിക പാർട്ടികൾക്കും മാതൃകയായി മാറുകയാണ്. ബ്രിട്ടനിലെ കൺസർവേറ്റീവ് നേതാക്കൾ പോലും ട്രംപിന്റെ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് മാതൃകയിലുള്ള എൻഫോഴ്സ്മെന്റ് രീതികളെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആഗോള ഊർജം. ട്രംപിന്റെ വിജയം കുടിയേറ്റ വിരുദ്ധത ഒരു രാഷ്ട്രീയ ആയുധമാക്കാമെന്ന് യൂറോപ്പിലെയും ബ്രിട്ടനിലെയും നേതാക്കൾക്ക് ആത്മവിശ്വാസം നൽകി. സ്വന്തം രാജ്യത്തിന് മുൻഗണന എന്ന നയം ബ്രിട്ടനിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും ദേശീയവാദപരമായ ചർച്ചകൾക്ക് ആക്കം കൂട്ടി. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമർ 2025 മേയിൽ അവതരിപ്പിച്ച പുതിയ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ പ്രകാരം വിദേശ തൊഴിലാളികളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും നൈപുണ്യമുള്ള സ്വദേശികൾക്ക് മുൻഗണന നൽകാനുമാണ് ലക്ഷ്യമിടുന്നത്. എന്നാൽ ട്രംപ് ഭരണകൂടം അമേരിക്കയിൽ നടപ്പിലാക്കുന്ന വിസ നിയന്ത്രണങ്ങളും കർശന പരിശോധനകളും ആഗോളതലത്തിൽ കുടിയേറ്റക്കാരുടെ നീക്കങ്ങളെയും രാജ്യങ്ങളുടെ നയങ്ങളെയും പുനർചിന്തനം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു.
2025 സർക്കാർ കൊണ്ടുവന്ന ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ പ്രകാരം കുടിയേറ്റക്കാർക്ക് സ്ഥിര താമസത്തിന് അപേക്ഷിക്കാനുള്ള കാലാവധി 5 വർഷത്തിൽ നിന്നും 10 വർഷമാക്കി വർദ്ധിപ്പിക്കാൻ നിർദ്ദേശമുണ്ട്. കുറഞ്ഞ ശമ്പളമുള്ള ജോലികൾക്കായി വിദേശികളെ കൊണ്ടുവരുന്നത് നിയന്ത്രിക്കാനായി ശമ്പള പരിധി 41,700 ഉയർത്തി. വിദ്യാർത്ഥികൾക്ക് പഠനശേഷം ജോലി കണ്ടെത്താനുള്ള സമയപരിധി കുറച്ചതും ഇതിന്റെ ഭാഗമാണ്. ബ്രിട്ടീഷ് വോട്ടർമാരുടെ ഇടയിൽ കുടിയേറ്റം എന്നത് കേവലം സാമ്പത്തികമായ ഒരു വിഷയം മാത്രമല്ല, അത് രാജ്യത്തിന്റെ സ്വത്വം, സംസ്കാരം, സുരക്ഷ എന്നിവയുമായി ബന്ധപ്പെട്ട വികാരപരമായ പ്രശ്നം കൂടിയാണ്. വരാനിരിക്കുന്ന പ്രാദേശിക തെരഞ്ഞെടുപ്പുകളിലും അടുത്ത പൊതു തെരഞ്ഞെടുപ്പിലും കുടിയേറ്റം തന്നെയാകും ബ്രിട്ടീഷ് രാഷ്ട്രീയത്തിലെ കിങ് മേക്കർ. ട്രംപിന്റെ അമേരിക്കൻ നയങ്ങൾ ഈ അഗ്നിയിൽ എണ്ണയൊഴിക്കുന്നതുപോലെ ആഗോളതലത്തിൽ കുടിയേറ്റ വിരുദ്ധ വികാരം പടർത്താൻ കാരണമായിട്ടുണ്ട്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങൾക്കുമായി ബിലാത്തി വാർത്ത യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.